ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മാർച്ച് 8 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് ലോകം മുഴുവൻ ആചരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വിമൻസ് ഡേ ആശംസകൾ ആദ്യമായിട്ട് ഞാൻ നേർന്നുകൊള്ളുന്നു. ദക്ഷിണേന്ത്യൻ സഭ ഈ പ്രത്യേക ദിവസത്തിൽ ഇന്ന് ചിന്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്ത്രീകൾ വിശ്വസ്തരും നിർഭയരും എന്നുള്ളതാണ്. തിരുവെഴുത്തുകളിലും ചരിത്രത്തിലും സ്ത്രീകളെ ദൈവം ദൗത്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പുരുഷാധിപത്യ പശ്ചാത്തലത്തിൽ ഭയവും എതിർപ്പും ഉണ്ടായിരുന്നിട്ടും സ്ത്രീകൾ വിശ്വസ്തരും നിർഭയരുമായി പോരാടി ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ വഴിയൊരുക്കി. ദൈവം തങ്ങളെ വിളിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിച്ച് സ്ത്രീകൾ ദൈവത്തിൽ ഇതെല്ലാം ആശ്രയിച്ചപ്പോഴാണ് ഇങ്ങനെയെല്ലാം സാധ്യമായത്. ഈ അടിസ്ഥാനത്തിൽ സ്ത്രീജന ഞായറാഴ്ചയ്ക്ക് ചിന്തിക്കാൻ അനുയോജ്യമായ വിഷയം തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്ത്രീകൾ വിശ്വസ്തരും നിർഭയരും എന്നുള്ളത്. ഒന്നാമതായി, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സത്യം ധൈര്യമായി വിളിച്ചു പറയുന്നു. ശലോമോൻ നിർമ്മിച്ച ആലയം പുതുക്കി പണിയാൻ രാജാവായ യോശിയാവ് ആരംഭിച്ചു. അവിടെ ഹിൽക്കിയ പുരോഹിതൻ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാൻ രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയയെയും ഷാഫാനെയും മറ്റ് ചില ഉപദേശകരെയും അയച്ചു. പുരുഷ പ്രവാചകന്മാരിൽ ഭൂരിഭാഗവും ഉണ്ടായിരുന്ന പുരുഷാധിപത്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പുരുഷന്മാർ പ്രവാചകിയായ ഹുൽദയുടെ അടുക്കൽ വന്നത്. വാക്യം 14 ഇപ്രകാരം നമ്മൾ കാണുന്നു: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് തൻ്റെ പ്രവചനം ആരംഭിച്ചു. ഇത് ദൈവിക അധികാരം കാണിക്കുന്നു. ഹുൽദയുടെ സന്ദേശം എളുപ്പമുള്ള ഒന്നായിരുന്നില്ല, മറിച്ച് ന്യായവിധിയുടെയും സമാധാനത്തിൻ്റെയും അത്യാവശ്യമായ സന്ദേശം ആയിരുന്നു. നിയമത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് ജനങ്ങൾക്ക് ദൈവകോപമുണ്ടാകുമെന്ന് 16-17 വചനങ്ങളിൽ അവൾ പ്രവചിച്ചു. വീണ്ടെടുപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം യോശിയാവ് രാജാവിന് കൊടുത്തു. അവളുടെ വാക്കുകൾ ശക്തമായിരുന്നു. ഹുൽദയുടെ പ്രവചനം പിന്നീട് സംഭവിച്ചു. രാജാവിനെയും അവൻ്റെ രാജ്യത്തെ ജനങ്ങളെയും ദൈവത്തിൻ്റെ മാർഗത്തിൽ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകിയായാണ് ഹുൽദയെ ഇവിടെ കാണുന്നത്. അധികാരത്തിലിരിക്കുന്ന ആളുകളോട് അവൾ ധൈര്യത്തോടെ സത്യം സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകളിൽ പൂർണ്ണമായി വിശ്വസിച്ചതിനാൽ അവൾക്ക് ഈ ധൈര്യം ലഭിച്ചു. അങ്ങനെ എല്ലാ സ്ഥലത്തും ധൈര്യത്തോടുകൂടി സംസാരിക്കാൻ, സത്യം സംസാരിക്കാനും ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും ഹുൽദ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടാമതായി, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സഹശുശ്രൂഷയിൽ പങ്കാളികളാകുന്നു. സഭകളിൽ സ്ത്രീകൾ നിശബ്ദരായിരിക്കണമെന്ന് പൗലോസ് എഴുതിയത് പലപ്പോഴും ശുശ്രൂഷയിൽ സ്ത്രീകളെ നിഷേധിക്കാൻ തെറ്റായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ റോമർ 16 ശുശ്രൂഷയിൽ പങ്കാളികളായ 10 സ്ത്രീകളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിൻ്റെ കത്ത് റോമിലെ സഭയിലേക്ക് കൊണ്ടുപോയി സഭയിൽ വായിച്ചു കേൾപ്പിച്ച കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബയെക്കുറിച്ച് 1-ാം വാക്യം പറയുന്നു: ഭർത്താവ് അക്വിലയോടൊപ്പം പ്രിസ്കില്ലയും വീട്ടിൽ സഭാ ആരാധന നടത്തി. കൊരിന്തിൽ അപ്പൊല്ലോസിനെ പഠിപ്പിക്കാനും ഉപദേശിക്കാനും അവൾ സഹായിച്ചു. 6 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ പൗലോസ് മറ്റ് നിരവധി സ്ത്രീകളെ പേരെടുത്ത് പറയുന്നു: മറിയ, യൂനിയ, ത്രുഫൈന, ത്രുഫോസ, പെർസിസ്, യൂലിയ, നിരേയൂസിൻ്റെ സഹോദരി, രൂഫസിൻ്റെ അമ്മ. അവർ കഠിനാധ്വാനികളും കർത്താവിൽ വേലക്കാരും പൗലോസിനോടൊപ്പം ബഹുമാന്യരായ മിഷൻ പങ്കാളികളുമായിരുന്നു. ഈ സ്ത്രീകളെല്ലാം കാണിക്കുന്നത് ദൈവം പുരുഷന്മാരെയും സ്ത്രീകളെയും ശുശ്രൂഷയിൽ തുല്യ പങ്കാളികളായി കാണുന്നു എന്നാണ്. വെല്ലുവിളി നിറഞ്ഞ ഒരു ലോകത്ത് സുവിശേഷം പങ്കുവച്ചു ഈ സ്ത്രീകൾ. അവരുടെ ശുശ്രൂഷയും ഉത്തരവാദിത്വവും ചെറുതോ വലുതോ, ഈ സ്ത്രീകളെല്ലാം പൂർണ്ണമായ ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടി അത് നിർവഹിച്ചു. ഇന്ന് ഓരോ സ്ത്രീക്കും ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ഒരു പ്രചോദനമായി ഈ സ്ത്രീകൾ ഇരിക്കുന്നു. മൂന്നാമതായി, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. മത്തായി 15:21 യേശു സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് പോയി. ഇവിടെ പിശാച് ബാധിതയായ തൻ്റെ മകളെ സുഖപ്പെടുത്തുന്നതിനായി യേശുവിൻ്റെ അടുക്കൽ ഒരു കനാന്യ സ്ത്രീ വരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട, ശപിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്നുള്ളവളായിരുന്നു അവൾ. 22-ാം വാക്യത്തിൽ അവൾ യേശുവിനെ വിളിക്കുന്നു.
യേശു അവളുടെ വിശ്വാസം പരീക്ഷിക്കാൻ മൗനം പാലിച്ചു. യേശുവിൻ്റെ നിശബ്ദതയെ പൊതുജനവും ശിഷ്യന്മാരും തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കാം. കാരണം അവൻ ഒരു യഹൂദനായതിനാൽ അവളെ സഹായിക്കാൻ കഴിയില്ലെന്ന്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 25-ാം വാക്യത്തിൽ അവൾ തൻ്റെ രണ്ടാമത്തെ ശ്രമം നടത്തി. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിടെ വളരെ വിചിത്രമായി പ്രതികരിച്ചു. അശുദ്ധ നായ്ക്കൾ എന്ന് വിളിച്ച് യഹൂദരല്ലാത്തവരെ അപമാനിക്കുന്ന ഒരു രീതി അക്കാലത്ത് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവളെ അപമാനിക്കുകയായിരുന്നോ? ഇല്ല. തങ്ങൾ വലിയവരും വിശുദ്ധരുമാണെന്ന ചിന്തയോടെ ജീവിച്ചിരുന്ന തൻ്റെ യഹൂദ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ യേശു അവളെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. എന്നാൽ കനാന്യ സ്ത്രീ ഇവിടെ വാദിക്കുന്നില്ല. അവൾ തിരിച്ചു പോയില്ല, അവൾ കോപിച്ചില്ല. പക്ഷേ വിശ്വാസത്താൽ അവൾ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കാണിക്കുന്നത് താൻ അയോഗ്യയാണെന്ന് അവൾ സമ്മതിക്കുകയും ദൈവം അവളെ അനുഗ്രഹിക്കാൻ പോലും കൃപയുള്ളവനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ്. സ്ത്രീയുടെ വിശ്വാസം വലുതാണെന്നും യേശു പ്രഖ്യാപിച്ചു. അവളുടെ മകളെ സൗഖ്യമാക്കി. യേശുവിലുള്ള അവളുടെ പൂർണ്ണ വിശ്വാസവും എളിമയും ഇവിടെ അത്ഭുതങ്ങൾക്കുള്ള വാതിലുകൾ തുറന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും പോരാട്ടത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നു. സമൂഹം അനുകൂലമല്ലാത്തപ്പോഴും അപമാനമുണ്ടായപ്പോഴും ഈ വിശ്വസ്തരും നിർഭയരുമായ സ്ത്രീകൾ ദൈവത്തിൽ ആശ്രയിച്ച് ചരിത്രത്തെ രൂപപ്പെടുത്തി. ഈ സ്ത്രീകളെ അഭിനന്ദിക്കാൻ മാത്രമല്ല, അവരെ പോലെ ആകുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ഒരു വർഷവും വിമൺ സൺഡേയായി ആചരിക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്കൊരവസരം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സത്യം സംസാരിക്കുവാനും അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും അങ്ങയോട് വിശ്വസ്തത പുലർത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളോട് അവിടുന്ന് ഇടപെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.